Welcome to the new video of Engineering Geology. നമ്മൾ മോഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മിനറലോളജി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പെട്രോളജി എന്താണെന്ന് നോക്കാം. നമ്മൾ പെട്രോളജിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പെട്രോളജി എന്ന് പറഞ്ഞാൽ റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിനാണ് നമ്മൾ പെട്രോളജി എന്ന് പറയുന്നത്. So, rocks are defined as natural, solid, massive aggregate of minerals forming the crust of the earth. Okay, earth crust form ചെയ്യുന്ന എന്താണ്? സോളിഡ് മാസീവ് അഗ്രിഗേറ്റ് ഓഫ് മിനറൽസിനെയാണ് നമ്മൾ റോക്സ് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഓക്കെ, പെട്രോളജി എന്ന് വെച്ചാൽ എന്താണ്? ജിയോളജിയിലൊരു ബ്രാഞ്ചാണ്. റോക്സിനെ കുറിച്ച്, അതായത് റോക്സിൻ്റെ ഫോർമേഷൻ, ഒക്കറൻസ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ജിയോളജിയുടെ ബ്രാഞ്ചാണ് നമ്മൾ പെട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, A thorough grasp of petrology is most essential for a civil engineer as he deals with various kinds of rocks in most of his work. സോ അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിന് റോക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം റോക്കിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ്. അതായത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനും അതുപോലെ, അതായത് ബിൽഡിങ്സ് ഉണ്ടാക്കാനും റോഡ്സ് ഉണ്ടാക്കാനും അതുപോലെ ടണൽസ്, ഡാംസ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെയൊക്കെ എന്താണ്, റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ റോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ റോക്സിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒറിജിൻ്റെ ബേസിസിൽ, അതായത് ഈ റോക്സ് ഒറിജിൻ ചെയ്തതിൻ്റെ ബേസിസിൽ നമുക്ക് 3 റോക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ ഹോട്ട് മോൾഡൻ മെറ്റീരിയൽസ്, അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ, അതുകൊണ്ടുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുമ്പോൾ അക്യുമുലേഷൻ, കോമ്പാക്ഷൻ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഓഫ് സെഡിമെൻറ്റ്സ് കൊണ്ടുണ്ടാകുന്നതാണ് സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, അതേസമയം മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുമ്പോൾ ഈ ഇഗ്നിയസ് റോക്സിൻ്റെയും അല്ലെങ്കിൽ അതായത് പ്രീ എക്സിസ്റ്റഡ് ഇഗ്നിയസ് റോക്സിൻ്റെയും അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സിൻ്റെയൊക്കെ പുറത്ത് അവിടെ അതിൽ മെറ്റാമോർഫിക് പ്രോസസ്സ് നടന്ന് ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്സ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ റോക്ക് സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, റോക്ക് സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ റോക്ക് ഉണ്ടാകുന്ന സൈക്കിൾ ആയിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ റോക്ക് സൈക്കിൾ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ചേഞ്ചസ് ആണ്. റോക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഇഗ്നിയസ് റോക്സിലെ ഇഗ്നിയസ് റോക്കിന് സെഡിമെൻ്ററി റോക്കും അതുപോലെ മെറ്റാമോർഫിക് റോക്കുമായിട്ട് മാറാൻ പറ്റും. അതേസമയം സെഡിമെൻ്ററി റോക്കിനും ഇതുപോലെ ബാക്കി രണ്ട് മെറ്റാമോർഫിക്കും ഇഗ്നിയസ് റോക്സുമായിട്ട് മാറാൻ പറ്റും. അതുപോലെ മെറ്റാമോർഫിക് റോക്സിനും ഇഗ്നിയസ് റോക്സ്ക്കും അതുപോലെ സെഡിമെൻ്ററി റോക്കുമായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റോക്ക് സൈക്കിളിൻ്റെ ഫിഗർ. സോ ഇപ്പോൾ നമ്മൾ ആദ്യം ഇഗ്നിയസ് റോക്കിൻ്റെ കേസാണ് ഇപ്പോൾ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഇഗ്നിയസ് റോക്ക് മെൽറ്റ് ചെയ്തത് മാഗ്മ ആവാൻ അതിന് പറ്റും. അതുപോലെ ഇഗ്നിയസ് റോക്ക് ഹീറ്റ് ആൻഡ് പ്രഷർ കൊടുത്താൽ മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും. അതുപോലെ തന്നെ വെതറിങ് ഇറോഷന് സംഭവിച്ചാൽ അത് സെഡിമെൻ്ററി റോക്കാവും. ഓക്കെ, ഇതേ സമയം നമ്മൾ സെഡിമെൻ്ററി റോക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ അതിൽ വെതറിങ് ഇറോഷന് സംഭവിക്കുമ്പോൾ അത് സെഡിമെൻറ്റ്സ് ആവും. അതുപോലെ സെഡിമെൻ്ററി റോക്കിന് ഹീറ്റും പ്രഷറും കൊടുത്താൽ അത് മെറ്റാമോർഫിക് റോക്കാവും അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എടുക്കുകയാണെങ്കിലോ അത് വെതറിങ് ഇറോഷന് സംഭവിച്ചത് സെഡിമെൻറ്റ്സ് ആവും. അതുപോലെ മെൽറ്റ് ചെയ്ത് അത് മാഗ്മയായിട്ട് മാറും. ഈ മാഗ്മ കൂൾ ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്, ഇഗ്നിയസ് റോക്സ് ആവുന്നത് അല്ലേ. അതുപോലെ ഇവിടെയുള്ള സെഡിമെൻറ്റ്സ്, അതായത് ഇതെല്ലാം ഇഗ്നിയസ് റോക്കും മെറ്റാമോർഫിക് റോക്കൊക്കെ സെഡിമെൻറ്റ്സ് ആയി കഴിഞ്ഞതിന് ശേഷം കോമ്പാക്ഷനും സിമെൻറ്റേഷനും നടന്നത് സെഡിമെൻ്ററി റോക്കായിട്ട് മാറും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ റോക്സ് എല്ലാം. ഓക്കെ, റോക്ക് സൈക്കിൾ വരയ്ക്കാൻ കാണാതെ പഠിച്ചു വയ്ക്കണം. നമുക്ക് ഇഗ്നിയസ് റോക്ക് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ റോക്സ് ദാറ്റ് ഫോം ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ത്രൂ ഔട്ട് ദി പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് മാഗ്മ ആൻഡ് ലാവ ഈസ് കോൾഡ് എന്താണ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, കൂളിങ്ങും ക്രിസ്റ്റലൈസേഷൻ മാഗ്മയുടെ അതുപോലെ ലാവയുടെ കൂളിങ്ങും ക്രിസ്റ്റലൈസേഷനും വഴി ഉണ്ടാകുന്ന റോക്കിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. മാഗ്മ എന്ന് വെച്ചാൽ എന്താണ്? ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ഒക്കറിങ് നാച്ചുറലി ബിലോ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൻ്റെ അടിയിലുണ്ടാകുന്ന നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ളൊരു ഹോട്ട് മോൾട്ടൺ മെറ്റീരിയലാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. അതേസമയം ലാവ എന്താണ്? വോൾക്കാനോസിൽ നിന്ന് ഇറപ്റ്റായിട്ട് വരുന്ന മാഗ്മയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിൻ്റെ അടിയിലുള്ള സമയത്ത് അതിൻ്റെ മാഗ്മ എന്ന്, പുറത്തോട്ട് വരുമ്പോൾ അത് ലാവ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മാഗ്മ ഓർ ലാവ may not be entirely pure melt. അതായത് it may have solid and gaseous fractions thoroughly mixed in liquid material which is predominant. ഓക്കെ, അപ്പോൾ എന്താണ്? മാഗ്മയും അതുപോലെ ലാവയും പ്യുവർ മെൽറ്റ് ആവണം എന്ന് ഇല്ല. അതിൻ്റെ അകത്ത് സോളിഡ് അതുപോലെ ഗേഷ്യസ് ഫ്രാക്ഷൻസും കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇഗ്നിയസ് റോക്കിനെ 3 സബ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റാം. വോൾക്കാനിക് റോക്സ്, അതുപോലെ പ്ലൂട്ടോണിക് റോക്ക്, അതുപോലെ ഹൈപ്പർബേസൽ റോക്ക്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻസ്, ഇതിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നതാണ് റോക്സിൻ്റെ അകത്ത്. അപ്പോൾ അതൊന്നും പേരൊന്നും മറക്കാതെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഇതാണ് റോക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റോക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും അടിയിലുള്ളതെന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്കാണ്. അത് കഴിഞ്ഞ് മുകളിൽ വരുന്ന എന്താണ്? ഹൈപ്പർബേസൽ റോക്ക്. ഓക്കെ, ഈ പോർഷനിലാണ് ഹൈപ്പർബേസൽ റോക്കൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ വരുന്നതിനാണ് നമ്മൾ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ എന്താണ്? വോൾക്കാനിക് റോക്സ്. വോൾക്കാനിക് റോക്സ് എന്ന് പറയുമ്പോൾ these are formed on the surface of the earth by cooling and crystallization of lava erupted from volcanoes. വോൾക്കാനോസിൽ നിന്ന് വന്ന ലാവ എന്താണ്? ക്രിസ്റ്റലൈസേഷനും കൂളിങ്ങും കഴിഞ്ഞുണ്ടാകുന്ന റോക്ക്, അതിനാണ് എന്താ പറയുന്നത്? വോൾക്കാനോസ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രെയിൻ സൈസ് ഓഫ് ദി ക്രിസ്റ്റൽസ് ഫോംഡ് ഇൻ ദീസ് റോക്ക് ഈസ് വെരി ഫൈൻ ബിക്കോസ് ലാവ കൂൾസ് ഡൗൺ അറ്റ് വെരി ഫാസ്റ്റ് റേറ്റ്. ഈ ലാവ പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ക്രിസ്റ്റലിൻ്റെ ഗ്രെയിൻസ് എന്താണ്? ഗ്രെയിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ മോളിക്യൂൾസ് റിക്വയർഡ് സഫീഷ്യൻറ്റ് ടൈം ടു മൂവ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ സെൻറ്ററിലോട്ട് വരാൻ വേണ്ടി മോളിക്യൂൾസിന് സഫീഷ്യൻറ്റ് ടൈം ആവശ്യമാണ്. അപ്പോൾ വെൻ സഫീഷ്യൻറ്റ് ഈസ് നോട്ട് അവൈലബിൾ, crystal will only contain few molecules leading to ഫൈനർ ഗ്രെയിൻ സൈസ്. ഓക്കെ, അപ്പോൾ സഫീഷ്യൻറ്റ് ടൈം കിട്ടിയില്ലെങ്കിൽ ഈ ഫൈനർ ഗ്രെയിൻ സൈസിലോട്ട് പോകുന്ന, അതായത് ഫൈനർ ഗ്രെയിൻ സൈസ് ആകുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മോളിക്യൂൾസ് ആയിരിക്കും. സോ കൂളിംഗ് ഓഫ് ലാവ ടേക്സ് പ്ലേസ് ഓൺ ദി സർഫസ് ഓർ ഈവൻ അണ്ടർ വാട്ടർ ഓഫ് സീ ആൻഡ് ഓഷൻ. ഓക്കെ, സർഫസിലും അതുപോലെ എന്താ സീൻ്റെ ഓഷൻ്റെ അണ്ടർ വാട്ടറിലും കൂളിംഗ് നടക്കാറുണ്ട്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്സ് ആണ്. പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ സർഫസിൻ്റെ താഴോട്ട് ഒരു 7 to 10 കിലോമീറ്റർ ബിലോ കാണുന്നതിനാണ് നമ്മൾ എന്താ? പ്ലൂട്ടോണിക് റോക്ക്. അവിടെ കാണുന്ന റോക്സാണ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. റോക്ക് റിസൾട്ടിങ് ഫ്രം മാഗ്മ ഈസ് കോസ് ഗ്രൈൻഡ് ബിക്കോസ് ഓഫ് വെരി സ്ലോ റേറ്റ് ഓഫ് കൂളിംഗ്. ഓക്കെ, ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് സ്ലോ ആണ്, അതുകൊണ്ട് തന്നെ കോസ് ഗ്രൈൻഡ് ആയിരിക്കും ഇവിടുത്തെ റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? ഹൈപ്പർബേസലാണ് മൂന്നാമത്തെ ടൈപ്പ് റോക്ക്. ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ഇൻ്റർമീഡിയറ്റ് ഡെപ്ത് ജനറലി അപ് ടു 2 കിലോമീറ്റർ. ഓക്കെ, എർത്ത് സർഫസിൻ്റെ താഴെ 2 കിലോമീറ്റർ ഡെപ്തിലായിരിക്കും ഹൈപ്പർബേസൽ റോക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ദേ ഷോ മിക്സ്ഡ് ക്യാരക്ടേഴ്സ് ഓഫ് വോൾക്കാനിക് ആൻഡ് പ്ലൂട്ടോണിക്. വോൾക്കാനിക്കിൻ്റെയും പ്ലൂട്ടോണിക്കിൻ്റെയും ഒരു മിക്സ്ഡ് ക്യാരക്ടർ ആയിരിക്കും
കാണുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഇൻ്റർമീഡിയറ്റ് ഡെപ്തിലാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ മിക്സ്ഡ് ക്യാരക്ടർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആദ്യം കാണിച്ച ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ഇതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ്. ഇനി നമുക്ക് ഇഗ്നിയസ് റോക്സിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ ഷോ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷനിൽ ഗ്രേറ്റ് വേരിയേഷൻസ് കാണിക്കും. സോ നോ സ്ട്രിക്റ്റ് ജനറലൈസേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, ഇതാണ് എലമെൻറ്റ്സും ഇഗ്നിയസ് റോക്സിലുള്ള എന്താണ് എലമെൻറ്റ്സും അതിൻ്റെ റെസ്പെക്റ്റീവ് പെർസെൻറ്റേജസുമാണ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓർത്ത് വച്ചേക്കുന്നത് നല്ലതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനറലോജിക്കൽ കോമ്പോസിഷൻ. ഇതും അതുപോലെ എലമെൻറ്റ്സും അതിൻ്റെ പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ വെച്ചാൽ ഫെൽസ്പാറാണ്. ഫെൽസ്പാറിൻ്റെ പെർസെൻറ്റേജ് 60% ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്കിൻ്റെ സ്ട്രക്ചറിനെ പറ്റി, അതായത് ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫോമിനെ പറ്റിയാണ് പഠിക്കുന്നത്. Features of igneous rocks that are developed on a large scale in the body giving rise to conspicuous shape or forms are termed as structure. Structure എന്ന് പറഞ്ഞാൽ എന്താ, ഇഗ്നിയസ് റോക്സിൻ്റെ സർഫസിൽ എന്താ ഡെവലപ്പ് ആവുന്നത്, ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. സോ അപ്പോൾ എന്ത് ചെയ്യും, അതിനെയാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ഓരോ ഷേപ്പായിട്ട് ഓരോ സ്ട്രക്ചറായിട്ട് അത് മാറും. These may be well developed to be recognized by visual inspection. ഓക്കെ, ഇപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ആ സ്ട്രക്ചറിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെയും കാണുന്ന മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണുന്നതുമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ മാത്രം മതിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ 3 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ സ്ട്രക്ചേഴ്സിൻ്റെ ടൈപ്പിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂ ടു മൊബിലിറ്റി ഓഫ് മാഗ്മ ഓർ ലാവ. മൊബിലിറ്റി കാരണം ഉണ്ടാകുന്ന സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ മാഗ്മ കൂളാവുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറുണ്ട്. അതുപോലെ മിസ്ലേനിയസ് സ്ട്രക്ചർ, വേറെ പല വിധത്തിലും ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഓരോ സ്ട്രക്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു മൊബിലിറ്റി ഓഫ് മാഗ്മ. ഓക്കെ, മാഗ്മ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ്. മാഗ്മ ഓർ ലാവ മേ ബി ഹൈലി വിസ്കസ് ഓർ വിസ്കസ്, ഹെൻസ് എന്താണ് മൊബിലിറ്റി, അല്ലെങ്കിൽ അതായത് മാഗ്മ എന്ന് പറയുന്നത് ഹൈലി വിസ്കസ് ആവാം അല്ലെങ്കിൽ ജസ്റ്റ് വിസ്കസ് ആവാം. അതുകൊണ്ട് തന്നെ അതിന് ഹൈ മൊബിലിറ്റിയും കാണും. ഓക്കെ, അപ്പോൾ ദ മൊബിലിറ്റി ഓഫ് മാഗ്മ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി വെറൈറ്റി ഓഫ് സ്ട്രക്ചേഴ്സ്. ഈ മൊബിലിറ്റി കാരണം എന്താ പല പല സ്ട്രക്ചേഴ്സാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്ലോ സ്ട്രക്ചർ, പില്ലോ സ്ട്രക്ചർ, റോപ്പി ആൻഡ് ബ്ലോക്കി ലാവ, ദെൻ സ്പിറിലിറ്റിക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്പിറിലിറ്റിക് ടെക്സ്ചേഴ്സ് എന്ന് പറയും, അതുപോലെ ഓബ്രിക്കുലർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പില്ലോ സ്ട്രക്ചർ ആണല്ലേ. പില്ലോ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ, പില്ലോ സ്ട്രക്ചർ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പില്ലോ ലൈക്ക് ഓവർലാപ്പിംഗ് സർഫസ് ഇൻ ദ ബോഡി ഓഫ് ഇഗ്നിയസ് മാസ്. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് മാസിൻ്റെ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിൻ്റെ ബോഡിയിൽ ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാവും, ഓവർലാപ്പിംഗ് സർഫസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ പില്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് അപ്പർ സർഫസ് ഗെറ്റ് സോൾഡിഫൈഡ് ബൈ ലാവ വിത്ത് റിമൈനിങ് ഹോട്ട് ആൻഡ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പർ സർഫസ് എന്ന് പറയുന്നത് സോൾഡിഫൈഡ് ആവും, വൈൽ അതിൻ്റെ താഴെ ഉള്ളത്, അതായത് ബാക്കിയുള്ളത് എന്താണ്, ഹോട്ടാവും. ബാക്കിയുള്ളത് ഹോട്ടായിരിക്കും, കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്ങും ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അപ്പർ സർഫസ് എന്താണ്, സോൾഡിഫൈ ആവും. സോ ഫർദർ ഫ്ലോ ഈസ് ഓൺലി പോസിബിൾ വെൻ ദി ടോപ്പ് ലെയർ റപ്ചേഴ്സ്. ടോപ്പ് ലെയർ റപ്ചർ ആയാൽ മാത്രമേ ബാക്കി ഫ്ലോ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞാൽ സോൾഡിഫൈ ആയിക്കഴിഞ്ഞു, താഴെ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ആയില്ല, ഫ്ലോ കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ മുകളിലത്തെ റപ്ചർ ആയാൽ മാത്രമേ ഇതിന് പുറത്തോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിനെയാണ് പില്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്.
ഇതാണ് പില്ലോ സ്ട്രക്ചറിൻ്റെ ഫിഗർ. ഓക്കെ, ഓവർലാപ്പിംഗ് ആയിട്ട് ഓരോ സ്ട്രക്ചർ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ആ സർഫസ് ഓവർലാപ്പിംഗ് ആയിട്ട് കാണാം. സോ നെക്സ്റ്റ് എന്താണ്? റോപ്പി അല്ലെങ്കിൽ ബ്ലോക്കി ലാവ. ഓക്കെ, ഡിഫറെൻറ്റ് മൊബിലിറ്റി കാരണം ഉണ്ടാകുന്നതിനാണ് നമ്മൾ ബ്ലോക്കി ലാവ അല്ലെങ്കിൽ റോപ്പി ലാവ എന്ന് പറയുന്നത്. ബ്ലോക്കി ലാവ എന്ന് പറഞ്ഞാൽ highly viscous dry lava undergo very little movement after their eruption and before cooling. ഓക്കെ, ഇറപ്ഷൻ കഴിഞ്ഞ് കൂളിങ്ങിന് മുമ്പ് ഇത് വളരെ ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ ഇതിൽ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അതിനെയാണ് ബ്ലോക്കി ലാവ എന്ന് പറയുന്നത്. സോ their surface show broken and fragmented appearance. ഓക്കെ, then റോപ്പി ലാവ എന്ന് പറയുന്നത് very mobile lava flows for considerable distance and cooling during flow process so that its upper surface is smoothly wrinkled rather than actually broken. ഓക്കെ, അപ്പോൾ ഇവിടെ വെരി മൊബൈൽ ലാവ. നേരത്തെ മറ്റേന്ന് പറയുന്നത് ബ്ലോക്കിയുടെ കേസസിലാണെങ്കിൽ ഹൈലി വിസ്കസ് ഡ്രൈ ലാവയാണ്. ഇവിടെ റോപ്പിയുടെ കേസിലാണെങ്കിൽ വെരി മൊബൈൽ ലാവയാണ്. ഓക്കെ, അപ്പോൾ ഈ വെരി മൊബൈൽ ലാവ എന്ന് പറയുന്നത് ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസിൽ ഫ്ലോ ചെയ്യും, എന്നിട്ട് ഡ്യൂറിങ് ദ ഫ്ലോ അത് കൂൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പർ സർഫസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കും, അതുപോലെ സ്മൂത്ത്ലി റിങ്കിൾഡ് ആയിട്ടുള്ളത് ആയിരിക്കും. ഓക്കെ, ആക്ച്വലി ബ്രോക്കൺ ആവാതെ സ്മൂത്ത്ലി റിങ്കിൾഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ബ്ലോക്കി ലാവയുടെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് റോപ്പി ലാവയുടെ ഫിഗർ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പിറിലിറ്റിക് ടെക്സ്ചർ. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് തിൻ മിനറൽ ഫൈബേഴ്സ് ഓഫ് വേരിയസ് സൈസ് അറേഞ്ച് ഇൻ പെർഫെക്റ്റ് ഓർ സെമി പെർഫെക്റ്റ് റേഡിയൽ മാനർ എബൌട്ട് എ കോമൺ സെൻറ്റർ. ഓക്കെ, അപ്പോൾ റേഡിയൽ മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്പിറിലിറ്റിക് ടെക്സ്ചർ എന്ന് ഇതിനെ പറയുന്നത്. സോ ഇറ്റ് ഈസ് കോമൺ സ്ട്രക്ചർ ഓഫ് അസിഡിക് വോൾക്കാനിക് ആൻഡ് ഹൈപ്പർബേസൽ റോക്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓർബിക്കുലർ സ്ട്രക്ചർ. ഓർബിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു റെയർ സ്ട്രക്ചറാണ്. അതുപോലെ റോക്ക് മാസ് അപ്പിയേഴ്സ് ആസ് ഇഫ് കമ്പോസ്ഡ് ഓഫ് ബോൾ ലൈക്ക് അഗ്രിഗേറ്റ്സ്. റോക്ക് മാസ് എന്ന് പറയുന്ന ഒരു ബോൾ ലൈക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കമ്പോസ്റ്റ് ചെയ്തിരിക്കും പോലെയാണ് റോക്ക് മാസ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഈച്ച് ബോൾസ് കമ്പോസ്ഡ് ഓഫ് കോൺസെൻട്രിക് ഷെൽസ് ഓഫ് ഡിഫറെൻറ്റ് മിനറൽസിൻ്റെ കോൺസെൻട്രിക് ഷെൽസും ഓരോ ബോൾസിലും കാണും. ഓക്കെ, ഇതാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു കൂളിംഗ് ഓഫ് മാഗ്മ ഓർ ലാവ. അതെന്തൊക്കെ സ്ട്രക്ചറാണെന്ന് വെച്ചാൽ ജോയിൻറ്റിങ് സ്ട്രക്ചറുണ്ട്, റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ ഉണ്ട്, വെസിക്കുലർ സ്ട്രക്ചറുണ്ട്, മിറലിറ്റിക് സ്ട്രക്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ജോയിൻറ്റിങ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൂളിംഗ് ഓഫ് മാഗ്മ റിസൾട്ട് ഇൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രാക്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് അല്ലേ. മാഗ്മ കൂളാകുമ്പോൾ അവിടെ ജോയിൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ ക്രാക്സും അവിടെ ഉണ്ടാവും. അപ്പോൾ ദീസ് ജോയിൻറ്റ് സംടൈം ഫോളോ ഡെഫിനിറ്റ് പാറ്റേൺ. എന്തൊക്കെ പാറ്റേൺ ആണ്? ഷീറ്റ് സ്ട്രക്ചർ ഉണ്ടാവും, മ്യൂറൽ ജോയിൻറ്റിങ് ഉണ്ടാവും, കോളംനർ സ്ട്രക്ചർ ഉണ്ടാവും. ഷീറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, ക്വൈറ്റ്ലി ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ളൊരു ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ജോയിൻറ്റ്സ് ആണ് ആൻഡ് ഡിവൈഡിങ് ദ റോക്ക് ഇൻ ടു ഷീറ്റ്സ്. ഓക്കെ, അതിനെയാണ് ഷീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ്, മ്യൂറൽ ജോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ 3 സെറ്റ് ഓഫ് ജോയിൻറ്റ്സ് മ്യൂച്വലി അറ്റ് റൈറ്റ് ആംഗിൾസ് മേ ബി ഡെവലപ്ഡ് ഡിവൈഡിങ് റോക്ക് മാസ് ഇൻ ടു ക്യൂബോയിഡൽ ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ മ്യൂറൽ ജോയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ കോളംനർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സംടൈംസ് പോളിഗണൽ ക്രാക്ക് അറൈസ് ആൻഡ് കണ്ടിന്യൂസ് ഡെപ്ത് വൈസ് ഡിവൈഡിങ് റോക്ക് ഇൻ ടു കോളംസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് കോളംനർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? റിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രെയിൻസ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ദ ടേം റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ ഈസ് used by quarry workers. It means two separate direction in which granites can be easily broken from the parent rock. Parent rock ഈസി ആയിട്ട്
എന്താണ് ഗ്രാനൈറ്റിനെ റോക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഡയറക്ഷനിൽ ബ്രോക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് മൈന്യൂട്ട് ക്രാക്സ് ഇൻ സം മിനറൽസ്. ഓക്കെ, ചില മിനറൽസിലുള്ള മൈന്യൂട്ട് ക്രാക്സ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. Cracks are developed in both horizontal and also vertical direction. So the resulting structure is called rift and grains. ഇനി വെസിക്കുലർ സ്ട്രക്ചർ. ഓക്കെ, ലാവ ഈസ് റിച്ച് ഇൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ലാവയിൽ ഗ്യാസസ് ഒരുപാടുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലാവയുടെ കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് സമയത്ത് ഈ ഗ്യാസസ് എല്ലാം എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ആ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാവിറ്റീസ് ഉണ്ടാക്കിയിട്ടായിരിക്കും, അതായത് അവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്യും ഈ ഗ്യാസ് എല്ലാം എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ദ ക്യാവിറ്റീസ് റിമെയിൻ ആസ് എംപ്റ്റി സ്പേസ് ഈവൻ ദ എൻറ്റയർ മാസ് ഈസ് കൂൾ ഡൗൺ. ഈ എൻറ്റയർ മാസ് കൂൾ ഡൗൺ ചെയ്താലും, അതായത് കൂളിംഗ് കഴിഞ്ഞാലും ഈ ക്യാവിറ്റീസ് അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെസിക്കുലർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടിക്കാണും എങ്ങനെയായിരിക്കും വെസിക്കുലർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനറലിറ്റിക് സ്ട്രക്ചർ. ഇതെന്ന് പറഞ്ഞാൽ ക്യാവിറ്റീസ് ആർ ഫോം ഡ്യൂറിങ് ദ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ്. ക്രിസ്റ്റലൈസേഷൻ്റെ സമയത്തായിരിക്കും ഇവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നത്. ദീസ് മേ ഗെറ്റ് ഫിൽഡ് അപ്പ് ബൈ വോളറ്റൈൽ കോമ്പോണൻറ്റ്സ് വിച്ച് മേ എൻലാർജ് ദി ക്യാവിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദി ഫോർമേഷൻ ഓഫ് റെയർ മിനറൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളറ്റൈൽ കോമ്പോണൻറ്റ്സ് കൊണ്ട് ഇവിടെ ഫിൽഡപ്പ് ചെയ്തതിന് ശേഷം ഈ ക്യാവിറ്റീസ് എൻലാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇത് റെയർ മിനറൽസ് ഫോം ചെയ്യാനും അവിടെ ചാൻസ് ഉണ്ട്. സോ ദീസ് ക്യാവിറ്റീസ് ആർ കോൾഡ് മിനറലിറ്റിക് ക്യാവിറ്റീസ് ആൻഡ് ദി സ്ട്രക്ചർ ഈസ് കോൾഡ് മിനറലിറ്റിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മിനറലിറ്റിക് സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ. ഇനി മിസ്ലേനിയസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, മിസ്ലേനിയസ് സ്ട്രക്ചേഴ്സിൽ ആദ്യത്തേതെന്ന് പറയുന്നത് റിയാക്ഷൻ സ്ട്രക്ചറാണ്. ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സം ഇൻകംപ്ലീറ്റ് ഓൾട്ടേർഡ് മിനറൽസ് സറൗണ്ടഡ് ബൈ ഓൾട്ടറേഷൻ പ്രോഡക്ട്സ്. ഓക്കെ, ഓൾട്ടറേഷൻ പ്രോഡക്ട്സ് ഉള്ളത്, അതായത് ഇൻകംപ്ലീറ്റ് ഓൾട്ടേർഡ് മെറ്റീരിയൽസിന് ചുറ്റും ഓൾട്ടേർഡ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ് റിയാക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സം ഏർലിയർ ഫോംഡ് മിനറൽസ് റിയാക്ട് വിത്ത് മാഗ്മ. ദിസ് റിയാക്ഷൻ മേ ബി കംപ്ലീറ്റ്, അല്ലെങ്കിൽ ചില സമയത്ത് അത് കംപ്ലീറ്റ് ആവാം, അല്ലെങ്കിൽ ചില സമയത്ത് അത് ഇൻകംപ്ലീറ്റും ആവാം. ഓക്കെ, ഇഫ് ദ റിയാക്ഷൻ ഈസ് ഇൻകംപ്ലീറ്റ് ഒറിജിനൽ മെറ്റീരിയൽ ഈസ് സറൗണ്ടഡ് ബൈ ദീസ് റിയാക്ഷൻ പ്രോഡക്ട്സ്. ഓക്കെ, ഇതാണ് റിയാക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദെൻ ക്സിനോലിത്തിക് സ്ട്രക്ചർ. ഇതെന്ന് പറഞ്ഞാൽ ഫോറിൻ മെറ്റീരിയൽസ് അറേഞ്ച് ദംസെൽഫ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓൺ മാഗ്മ ഡ്യൂറിങ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, ക്രിസ്റ്റലൈസേഷൻ്റെ സമയത്ത് ഫോറിൻ മെറ്റീരിയൽസ് തന്നെ ഒരു പാറ്റേണിൽ അത് അറേഞ്ച് ചെയ്തിരിക്കും. അതിനെയാണ് ക്സിനോലിത്തിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് ക്സിനോലിത്തിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ് ഫിഗറിൽ കാണുന്നത്.